ഹൂത്തികൾ മാസല്ല, മരണമാസമാണ്. യഥാർത്ഥത്തിൽ ഗസയിൽ ഇസ്രായേൽ അധിനിവേശം നടത്തിയപ്പോൾ, ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയപ്പോൾ ഹൂത്തികളാണ് ലോകശ്രദ്ധ ആകർഷിച്ചത് ഹിസ്ബുള്ളയ്ക്കൊപ്പം. ഹിസ്ബുള്ള സായുധ സംഘമാണ്. അവർക്ക് ഇസ്രായേലിനോട് പൊരുതാനുള്ള കരുത്ത് അവർ തെളിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഹൂത്തികളുടെ ആക്രമണം തികച്ചും വ്യത്യസ്തമായിരുന്നു. ചെങ്കടലിലൂടെ പോകുന്ന അമേരിക്കൻ കപ്പലുകളെ, നാറ്റോ രാജ്യങ്ങളുടെ കപ്പലുകളെ തകർത്ത് തരിപ്പണമാക്കി ഹൂത്തികൾ. അവർ നിറഞ്ഞാടി, അവർ അഴിഞ്ഞാടി. അവരുടെ പോരാട്ട വീര്യത്തിന് മുമ്പിൽ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള വൻ ശക്തികൾ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവർക്കെതിരെ അമേരിക്കയും ബ്രിട്ടനും സംയുക്ത ആക്രമണം നടത്തി. 30% ഹൂത്തികളെ വധിച്ചതായും ഹൂത്തികളുടെ റഡാർ സംവിധാനം തകർത്തതായും ഒക്കെ ജോ ബൈഡൻ വലിയ വായിൽ വിളിച്ചു പറഞ്ഞു, വീമ്പ് പറഞ്ഞു. ഇപ്പോഴിതാ അന്തർവാഹിനികൾ ഉപയോഗിച്ച് ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകളെ മുക്കിക്കളിക്കുകയാണ് ഹൂത്തികൾ. മാത്രമല്ല ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ഇൻ്റർനെറ്റ് ശൃംഖലയാണ് തകരുന്നത്. അമേരിക്കയെയും യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയെ വിവിധ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇൻ്റർനെറ്റ് ശൃംഖല തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ചെങ്കടലിലൂടെയാണ് ഇൻ്റർനെറ്റ് ശൃംഖല പോകുന്നത്. അതാണ് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഹൂത്തികൾ നിൽക്കുന്നത്. ഹൂത്തികൾ എന്തും ചെയ്യും. അവരെ നോവിച്ചാൽ അവർ തിരിച്ചു നോവിച്ചിരിക്കും. അവരിറങ്ങിയത് ഹമാസിന് വേണ്ടിയാണ്. അവരിറങ്ങിയത് ഗാസയ്ക്ക് വേണ്ടിയാണ്. ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയുടെ പരിണിത ഫലങ്ങൾ അവർക്ക് കണ്ടു നിൽക്കാനായില്ല. ഹൂത്തികൾക്ക് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ കണ്ടു നിൽക്കാൻ ഹൂത്തികൾക്കായില്ല എന്ന് പറയുന്നതിന് പുറമെ അവരൊരു പ്രത്യേക രീതിയിലുള്ള ആക്രമണ ശൈലി കൊണ്ടുവന്നു. ഇപ്പോൾ ഹൂത്തികൾക്ക് മുമ്പിൽ തോറ്റമ്പി അമേരിക്ക നിൽക്കുകയാണ്. ലോകത്തിലെ വൻ ശക്തികളിലൊന്നാണ് അമേരിക്ക. ലോകത്തിലെ 1-ാം നമ്പർ ശക്തിയാണ് അമേരിക്ക. ലോക പോലീസാണ് അമേരിക്ക. എവിടെയും കയറി ഇടപെടും അമേരിക്ക. എവിടെയും കയറി തകർക്കും അമേരിക്ക. ഇതൊക്കെയാണ് അമേരിക്കയുടെ രീതി. പക്ഷേ ഹൂത്തികളെ തകർക്കാൻ പറ്റില്ല. കാരണം ഹൂത്തികൾ മരണമാസാണ്. അവർക്ക് ജീവനിൽ ഭയമില്ല. ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ പോരാടും. ഗസയിലെ ആരാധനാലയങ്ങൾ തകർത്തതിനെതിരെ അവർ പോരാടുന്നു. ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്തതിനെതിരെ അവർ പോരാടുന്നു. ഗസയിലെ ആശുപത്രികൾ തകർത്തതിനെതിരെ അവർ പോരാടുന്നു. അവരുടെ പോരാട്ടത്തിന് മുമ്പിൽ മുട്ടുമടക്കി അമേരിക്ക നാണം കെട്ട് നിൽക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് വിരാമമിടാൻ വേണ്ടി ഖത്തറും ഈജിപ്തും സൗദി അറേബ്യയും എല്ലാം ശ്രമിക്കുന്നുണ്ട്. വലിയ കാലം ഇസ്രായേലിന് ഈ യുദ്ധം കൊണ്ടുപോകാനാവില്ല. അവരുടെ ആയുധങ്ങൾ ഏകദേശം പകുതിയോളം തീർന്നു എന്നാണ് ലോക യുദ്ധ വിദഗ്ധർ പറയുന്നത്. ഹൂത്തികൾക്കെതിരെ ആക്രമിക്കണോ, ഹൂത്തികളെ ആക്രമിക്കണോ, ഹിസ്ബുള്ളയെ ആക്രമിക്കണോ, ഹമാസിനെ ആക്രമിക്കണോ, ആരെ ആക്രമിക്കണമെന്ന് ഇസ്രായേലിനറിയില്ല. പശ്ചിമേഷ്യ മുഴുവൻ സംഘർഷം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഈജിപ്റ്റ് ഇസ്രായേലിനെ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തു. സൗദി അറേബ്യ താക്കീത് ചെയ്തു. ഈ താക്കീതുകളൊന്നും ഇസ്രായേലിനെ ബാധിക്കുന്നില്ല. ഈ താക്കീതുകളൊന്നും കണക്കിലെടുക്കാതെ ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ അധികാരം സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം അപലപനീയമാണ്. അങ്ങനെ പറയാനേ പറ്റൂ. എന്തായാലും ഹൂത്തികൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും നല്ല യമണ്ടം പണി കൊടുത്തിരിക്കുന്നു. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ഏഷ്യയും യൂറോപ്പും തമ്മിൽ ബന്ധിക്കുന്ന ഇൻ്റർനെറ്റ് ശൃംഖല ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴിയാണ് പോകുന്നത്. അതിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഹൂത്തികൾ മാസായി നിൽക്കുന്നു. ഹൂത്തികൾക്ക് ഒരു ബിഗ് സല്യൂട്ട്